നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതെന്തുവാണെന്നറിയാമോ? നോയിങ് ജീസസ്. യേശു ആരെന്ന് അറിയുക. അതെങ്ങനെ അറിയണം? അറിയേണ്ടവണ്ണം അറിയണം. എൻ്റെ ചോദ്യം അതാ, നമുക്ക് യേശുവിനെ അറിയേണ്ടവണ്ണം അറിയാമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുവിനെ പല വിധത്തിൽ അറിഞ്ഞ ആളുകളെ കുറിച്ച് നാം ഈ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് യേശുവിനെ ദാവീദ് പുത്രൻ എന്നറിഞ്ഞ ഒരു കുരുടൻ. യേശുവിൻ്റെ കൂടെ നടക്കുന്നവരൊക്കെ ഇതെന്താ, ഇവൻ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവൻ നസ്രയനായ യേശു എന്നാ പറഞ്ഞേ. കൂടെ നടന്നവർക്കൊക്കെ അത്രേ അറിയാവൂ, ഇവൻ നസ്രയനായ യേശു. ആരാ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞെന്തുവാ? ഇവൻ നസ്രയനായ യേശു. അത് കേട്ടപ്പോൾ ആ കുരുടൻ വിളിച്ചു പറഞ്ഞ എന്നാ? ദാവീദ് പുത്ര എന്നോട്. ആര് പറഞ്ഞു കൊടുത്തു അവനോട്? കഴിഞ്ഞ ദിവസം തമ്പി സൗരം വന്ന് എന്നോട് ചോദിച്ചു, വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്നാ? അവിടെ നമ്മൾ യഹൂദ പശ്ചാത്തലവും ആ കൾച്ചറും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഓരോ സംസ്കാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, ഒരുപക്ഷെ വേറൊരാൾക്ക് അറിഞ്ഞെന്ന് വരത്തില്ല. ഇല്ലേ? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? നമ്മുടെ സംസ്കാരത്തിൽ ഉപയോഗിക്കുന്ന, ഉദാഹരണം പറഞ്ഞാൽ അവിടെ എന്നും ഓണമെന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? മലയാളം ഇല്ലേ? അവിടെ സുഭിക്ഷമെന്ന അർത്ഥം അല്ലേ? അതാ അതിൻ്റെ അർത്ഥം. ആണോ? അതാണ് അർത്ഥം. പക്ഷേ ഓണത്തെക്കുറിച്ച് ഒരു കോൺസെപ്റ്റും ഇല്ലാത്ത വടക്കേ ഇന്ത്യ ചെന്നിട്ട് ഞാൻ പറയാ അവിടെ എന്നും ഓണമെന്ന് പറഞ്ഞാൽ വാട്ട് ഓണം എന്ന് ചോദിക്കും. അവൻ സായിപ്പ് ചോദിക്കും എന്ത് ഓണം, അവന് ഈ ഓണം എന്തുവാന്ന് അറിയത്തില്ല. അത് നമ്മുടെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല, ആ വീട്ടിൽ എന്നും സമൃദ്ധിയാ, ആ വീട്ടിൽ എന്നും എന്തുവാ, എന്തും സമൃദ്ധിയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് നമ്മൾ അർത്ഥമാക്കിയത്. ഇതുപോലെ യഹൂദ സംസ്കാരത്തിൽ, കൾച്ചറിൽ ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു വലിയ തിയോളജിക്കൽ, ദൈവശാസ്ത്രപരമായ ഒരർത്ഥമുണ്ട്. ദാവീദിൻ്റെ ജഡത്തിൽ നിന്ന് ജനിച്ച ശലോമോനെ പോലും ദാവീദ് പുത്രൻ എന്ന് വിളിച്ചിട്ടില്ല. അത് പിൽക്കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരു വലിയ ദൈവശാസ്ത്രമായ പദമാണ്. ഞാൻ ദാവീദിൻ്റെ സിംഹാസനം, ദാവീദിൻ്റെ അങ്ങനെ വരുന്നൊരു കോൺസെപ്റ്റ്. അത് ആരെക്കുറിച്ച് മാത്രം പറയുന്നതായിരുന്നെന്നറിയാമോ? പറഞ്ഞോ, ആരെക്കുറിച്ചാ? മശിഹായെക്കുറിച്ച് മാത്രം പറയുന്നതാ. വേറെ ആരെയും ദാവീദ് പുത്രൻ എന്ന ദൈവത്തിൽ അവരെ വിളിക്കത്തില്ല. അത് മശിഹായ്ക്ക് വേണ്ടി മാത്രം മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു പേരാ. ജനമെല്ലാം യേശുവിനെ, കൂടെ നടക്കുന്നവരെല്ലാം യേശുവിനെ നസ്രായൻ എന്ന് അറിഞ്ഞപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത അന്ധനായ ഇവൻ്റെ അകക്കണ്ണ് തുറന്നിരുന്നത് കൊണ്ട് അവൻ പറയുന്നു ഇവൻ ദാവീദ് പുത്രനാ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നോട് കരുണ തോന്നണമെന്നാ. ഞാനത് പറഞ്ഞ ആ ഭാഗം വിട്ടിരിക്കുക. അപ്പോൾ വേദപുസ്തകം നാം വായിക്കുമ്പോൾ ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. പ്രത്യേകിച്ച് എബ്രായ പേരുകൾക്ക്, യഹൂദ സംസ്കാരത്തിലെ പേരുകൾക്കെല്ലാം ഒരർത്ഥമുണ്ട്. യേശുവിനെ കണ്ടറിഞ്ഞ് മനുഷ്യൻ ഒഴിച്ചെന്ന് വേറൊരു, ഞങ്ങൾ മശിഹായെ കണ്ടെത്തി എന്ന് പറയുന്നുണ്ടല്ലോ. എൻ്റെ അർത്ഥം എന്നാ? കേട്ടവനും മനസ്സിലായി എന്തുവാന്ന്, പറഞ്ഞവനും അറിയാവനും എന്തു അർത്ഥമെന്ന്. ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. ശമര്യക്കാരി പട്ടണത്തിലേക്ക് ചെന്ന് പറയുന്നുണ്ട് അവൻ ഒരു പക്ഷേ മശിഹ ആയിരിക്കാം. ജനത്തിനെല്ലാം മനസ്സിലായി. ആർക്ക് മനസ്സിലായി? ശമര്യക്കാർക്കും മനസ്സിലായി എന്തുവാന്നുള്ളത്. അപ്പോൾ അത് വരുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വാക്തത്വമായിരുന്നു മശിഹ എന്നുള്ളത്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. വേദപുസ്തകത്തിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ പദത്തിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതൊന്നും പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല.
വിദേശയാത്രയിൽ ഒത്തിരി രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ വിദേശയാത്ര, എന്നെ ഒരാൾ ഭക്ഷണത്തിനൊരു ഹോട്ടലിൽ കൊണ്ട് ചെന്ന് വെച്ച് കുറേ സാധനങ്ങൾ വേണമെന്ന് ചോദിച്ചു. ഇത് എന്തുവാണെന്ന് അറിയാമെങ്കിലല്ലേ എനിക്ക് വേണം വേണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കറിയില്ലായിരുന്നു അന്ന് ആ പറഞ്ഞ ഒന്നും എന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. തിന്നാനുള്ളതാണോ എന്തുവാനുള്ളതെന്ന് പോലും എനിക്ക് എന്ത് ചെയ്യത്തില്ലായിരുന്നു, അറിയത്തില്ല. ഇപ്പോൾ അറിയാമൊക്കെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അപ്പം നമുക്കത് അറിയത്തില്ലെങ്കിൽ വി ആർ ലൂസിങ് അവർ ബ്ലെസ്സിങ്സ്. നമുക്ക് ലഭിക്കേണ്ട പല അനുഗ്രഹങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ആകെ അറിയാവുന്ന ചോറും കപ്പിയും മീനും ഇതൊക്കെ അല്ലായിരുന്നു. അതൊന്നും പറയുന്നില്ല ഇയാൾ. ബാക്കിയെല്ലാം നോ 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 പറഞ്ഞു. അതറിയാൻ എളുപ്പമാണല്ലോ പറയാനായിട്ട്. നോ 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 പറഞ്ഞു. എത്രയോ നല്ല ആഹാരം നോ 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 പറഞ്ഞ് വിട്ട് കളഞ്ഞു. കാരണം അറിയാത്തതുകൊണ്ടാണ്. ഇതുപോലെ ദൈവവചനത്തിലെ പല അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് ലഭിക്കാതെ പോകുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നമുക്കറിയത്തില്ലത് എന്തുവാണ്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. അറിയേണ്ട പോലെ നമുക്കവനെ അറിയാം. യേശുവിനെ അറിയേണ്ട പോലെ നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി ഭാരം അങ്ങ് മാറും. നമ്മുടെ വ്യഥകൾ മാറും. നമുക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചൊരു ഭാരമുണ്ട്. കാരണം എൻ്റെ ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ളൊരു അറിവ് എനിക്കുണ്ട്. എൽ ശദായ്, അവൻ എൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായവനായ ഒരു ദൈവമാണ്. എൻ്റെ ദൈവം അങ്ങനത്തെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച് അറിയേണ്ടവണ്ണം അറിയാമോ നിങ്ങൾക്ക്? കൂടെ നടന്നാലും നമ്മൾ അറിഞ്ഞോണമെന്നൊന്നുമില്ല, ഒരിക്കലുമില്ല. ഇവിടെ ഒരാൾ പറഞ്ഞു, 40 വർഷമായി ഈ സ്ത്രീയുടെ കൂടെ ഞാൻ ജീവിക്കുക, ഇപ്പോഴും അവൾക്ക് ഞാൻ കുളിക്കുന്ന വെള്ളത്തിൻ്റെ ചൂടറിയത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് കുളിക്കാൻ വയ്ക്കുന്ന വെള്ളത്തിന് എത്ര ചൂട് വേണമെന്ന് അറിയത്തില്ല, എൻ്റെ കാപ്പിക്ക് എത്ര മധുരം വേണമെന്ന് അറിയത്തില്ല. 40 വർഷം കൂടെ നടന്നതാ, കൂടെ ജീവിച്ചതാ, ഒരേ കിടക്ക പങ്കിട്ടതാ. പക്ഷെ ഇപ്പോഴും അറിയത്തില്ല. നമ്മളും പറയാറുണ്ടല്ലോ, ഇപ്പോഴും എനിക്ക് ഈ മനുഷ്യനെ ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? മനസ്സിലായാൽ നീ വിട്ടുവെച്ച് പോകും. അതുകൊണ്ടാണ് മനസ്സിലാവാതിരിക്കുന്നത്. കർത്താവിനെക്കുറിച്ച് അറിയേണ്ടവണ്ണം നമുക്കറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആദി മുഴുവൻ പോകും. അതുകൊണ്ട് കർത്താവിനെ നാം അറിയാൻ ശ്രമിക്കുക വചനത്തിലൂടെ. ആ അറിവാ ശാശ്വതം, ആ അറിവാ സത്യം, ആ അറിവാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത്. ലോകത്തിൽ ആരെന്ത് കർത്താവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏക അറിവ് വചനത്തിൽ അവൻ ആരെന്ന് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്ന് ഞാനതാ ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ഒത്തിരി ആളുകളെ കുറിച്ച് ചിന്തിച്ചു. ഇടയന്മാർക്ക് യേശുവിനെ കുറിച്ച് ലഭിച്ച അറിവ്, ദ വൈസ്മെൻ, കിഴക്ക് നിന്ന് വിദ്വാൻമാർക്ക് യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന അറിവ്, പൈശാചികന് അല്ലെങ്കിൽ ഡീമൺസ് ലഗ്യോൻ യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന അറിവ്, ശതാധിപനുണ്ടായിരുന്ന അറിവ്, യേശുവിൻ്റെ അമ്മ മറിയയ്ക്കുണ്ടായിരുന്ന അറിവ്, ശമര്യക്കാരി സ്ത്രീ യേശുവിനെ കുറിച്ച് അറിഞ്ഞ അറിവ്, ആളുകൾ യേശുവിനെ കുറിച്ച് പ്രവാചകനായിട്ട് അറിഞ്ഞിരുന്നു. അങ്ങനെ കുറേ പേരെ നമ്മൾ പഠിച്ചു. എല്ലാം പറയുന്നില്ല, അല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയം കളയത്. ഇന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് എന്താ അറിഞ്ഞെന്നുള്ളതാണ്. ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം നമ്മുടെ അറിവ് എവിടെ നിൽക്കുന്നു എന്നറിയാനായിട്ട്. യോഹന്നാൻ സ്നാപകന് യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന അറിവ് എന്താ? എല്ലാവരും അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാൻ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവസരമുണ്ടായിരുന്നു യോഹന്നാൻ സ്നാപകന്. കാരണം എന്നാ, ബന്ധുക്കളാ. യേശു ജനിക്കുന്നതിന് 6 മാസം മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്? യോഹന്നാൻ സ്നാപകൻ ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെക്കാൾ ആരെക്കാൾ കൂടുതൽ യേശുവിനെ തൊട്ടറിയാൻ, കണ്ടറിയാൻ, മണത്തറിയാൻ, അനുഭവിച്ചറിയാൻ, കൂടെ നടക്കാൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു കളിത്തോടനായിട്ട് യേശുവിൻ്റെ കൂടെ എപ്പോഴും അവരൊത്തിരി ഒന്നിച്ച് കളിച്ച് കാണും. 30 വയസ്സുള്ള യേശുവിനെ കുറിച്ച് താൻ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് സ്നാനമേൽക്കാൻ വരുമ്പോൾ യേശുവിനെ അടുത്തറിയാവുന്ന യോഹന്നാൻ ഒരു കാര്യം പറഞ്ഞു, നീയാ എന്നെ സ്നാനം കഴിപ്പിക്കണ്ടേ? സ്നാനത്തിൻ്റെ ആ സമയമാണ് ഞാൻ പറഞ്ഞത്. യു ആർ ഹോളിയർ ദാൻ മീ, നീ എന്നെക്കാൾ വിശുദ്ധനാണ്, നീ എന്നെക്കാൾ വലിയവനാണ്. നിന്റെ അമ്മ വന്ന് വീട്ടിൽ എൻ്റെ അമ്മയെ വന്ദനം ചൊല്ലിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എനിക്കറിയാം. യുവർ പ്രസൻസ്, നിന്റെ സാന്നിധ്യം തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യതിയാനം ഉണ്ടാക്കിയതാ.
അപ്പൊ യേശുവിനെ തൊട്ടറിഞ്ഞ് അടുത്തറിഞ്ഞ് കൂടെ നടന്ന് ഒന്നിച്ച് കളിച്ചു വളർന്ന ഒരു വ്യക്തിയായ സ്നാപക യോഹന്നാൻ നല്ലൊരിക്കൽ പറഞ്ഞു, എന്നിലും ബലവാനായവനാവൻ, എന്നിലും വലിയവനാവനാ. അത് കുറച്ചുകൂടെ വിശ്വസനീയമായിരിക്കും. കാര്യം എന്നാ, യേശുവിൻ്റെ ജനനം മുതൽ യോഹന്നാൻ സ്നാപകനെ അറിയാം, യേശുവിനെ അറിയാം. എന്നെക്കുറിച്ച് ചൊവ്വയെ അറിയണമെങ്കിൽ എൻ്റെ വീട്ടിലെ പലരോടും ചോദിച്ചാൽ അറിയാം. കാരണം എൻ്റെ മൂത്തതാണെങ്കിൽ എൻ്റെ ജനനം തൊട്ട് അവർക്കറിയാം. എൻ്റെ അയൽവാസികളോട് ചോദിച്ചാൽ എൻ്റെ കൂടെ വളർന്നവരോട് പഠിച്ചവരോട് അറിയാം. ആ മനുഷ്യനാണ് യേശുവിനെ കുറിച്ച് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. നോക്കാം ആ മനുഷ്യൻ യേശുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ ബലവാനാകുന്നു. വേറൊരു ഭാഷാന്തരത്തിൽ പറയുന്നു അവൻ എന്നേക്കാൾ വലിയവനാകുന്നു എന്നാ. കാരണം യോഹന്നാൻ സ്നാപകനെ ജനം ഒരു വലിയ പുരുഷനായിട്ടാണ് കാണുന്നത്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തിന്റെ മുൻപിൽ ജനം ഓടിക്കൂടി വന്ന് എന്ത് ചെയ്യുക? സ്നാനമേൽക്കുകയാണ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴില. ഇവനൊരു വലിയവനാ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അക്കാലത്തെ ജനം കരുതിയിരുന്നത് വലിയവനാ. അതുകൊണ്ട് പിൽക്കാലത്ത് യേശുവിനെ കുറിച്ച് ഇവൻ ഒരുപക്ഷെ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റവനായിരിക്കുമെന്ന് വരെ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹെരോദാവ് പറയുന്നുണ്ട്. അത്ര വലിയ വീരപുരുഷനായിട്ടാണ് യോഹന്നാൻ സ്നാപകനെ അക്കാലത്തെ ജനം എന്ത് ചെയ്യുന്നത്? ചിത്രീകരിച്ചിരിക്കുന്നത്. ആ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുക, അവൻ എന്നേക്കാൾ വലിയവനാ. പ്രായം കൊണ്ടൊരു പക്ഷേ ഞാനായിരിക്കും മൂത്തത്, പക്ഷേ ശുശ്രൂഷ കൊണ്ട്, അഭിഷേകം കൊണ്ട്, ദൗത്യം കൊണ്ട് അവൻ എന്നേക്കാൾ വലിയവനാ. അപ്പൊ യോഹന്നാൻ സ്നാപകന് യേശുവിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നേക്കാൾ വലിയവനാണ് യേശു എന്നുള്ളത്. നമ്മുടെയൊക്കെ ധാരണ കണ്ട യേശുവിനേക്കാൾ വലിയവരാ നമ്മളെന്നുള്ള ധാരണയാണ്. പോട്ടെ, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തത്, യോഹന്നാൻ സ്നാപകന് യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന രണ്ടാമത്തെ ധാരണ എന്നാന്ന് നോക്കാം നമുക്ക്. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. യോഹന്നാൻ സ്നാനമേൽക്കുവാനായി വരുന്ന യേശുവിനോട് യോഹന്നാൻ സ്നാപകൻ എന്ത് ചെയ്യോ? അങ്ങനെയുള്ളവർ ഇന്നും ഉണ്ട്. എങ്ങനെയുള്ളവര്? സ്നാനം വിലക്കുന്നവര്, അല്ലെങ്കിൽ സ്നാനവിനോ എന്നിട്ട് പറയുന്നുണ്ട്, വിളിക്കിട്ട് പറയുന്നു, നിന്നാൽ സ്നാനമേൽക്കുക. യു ആർ ദ വൺ ഹു ഹാസ് ടു ബാപ്റ്റൈസ് മീ. നീയാണ് എന്നെ എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടുത്തേണ്ടത്. അപ്പോൾ ദൈവം അയച്ചിട്ട് വന്ന യോഹന്നാൻ പറയുന്നു, സ്നാനം കഴിപ്പിക്കുവാൻ അയക്കപ്പെട്ടവൻ പറയുന്നു, നീയാണ് എന്നെ എന്ത് ചെയ്യേണ്ടത്? കാരണം നീ അത്ര വലിയവനാ. ഞാൻ ചെയ്യുന്ന ഈ ശുശ്രൂഷ എനിക്ക് തരാനായിട്ട് യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെട്ടവനല്ല. അതോർത്തോണം നിങ്ങൾ എപ്പോഴും. യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെട്ടവനല്ല. വേദപുസ്തകം പറയുന്നു ദൈവം അവനെ അതിനുവേണ്ടി നിയോഗിച്ച അധികാരത്തോടെ അയച്ചതാണ്. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ ആ സ്നാപക യോഹന്നാൻ പറയുകയാണ്, യു ആർ ദ വൺ ഹു ഹാസ് ടു ബാപ്റ്റൈസ് മീ. നീയാണ് എന്നെ സ്നാനപ്പെടുത്തേണ്ടത്. അതായിരുന്നു പിന്നെ യേശു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം, അതൊരു വലിയ പദവിയാണ് യേശുവിന് കൊടുക്കുന്നത്. ജനമെല്ലാം വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുമ്പോൾ ആ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടെച്ച് പറയുകയാണ്, നീയാണ് എന്നെ സ്നാനപ്പെടുത്തേണ്ടത്. അപ്പൊ യേശുവിന്മേലുള്ള അഭിഷേകവും നിയോഗവും യേശുവിൻ്റെ ദൗത്യവും എന്തെന്ന് യോഹന്നാൻ സ്നാപകന് ശരിക്കും മനസ്സിലായിരുന്നു. 3, ഈ യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്നത് 3:12. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയാണ്, ആ വാക്യം മുഴുവൻ വായിച്ചോ. He is the one who has the fan അല്ലെങ്കിൽ winnowing, വീസുമുറം കയ്യിലുള്ളവനായവൻ. എൻ്റെ അതില്ല. ആരുടെ? യോഹന്നാൻ സ്നാപകൻ്റെ എന്തില്ല? വീസുമുറമില്ല. അതാരുടെ കയ്യിലാ? യേശുവിൻ്റെ കയ്യിലാ. അപ്പൊ ആരാ വലിയവൻ? യേശുവാ വലിയവൻ. പറയാണ്,
ഇവൻ വീശുമരം കയ്യിലുള്ളവനാ. എന്നിട്ട് താഴെ പറയുന്നു എന്തുവാ? അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കുന്നവനാ, ഗോതമ്പ് കളപ്പുറയിൽ കൂട്ടിവെക്കുന്നവനാ, പതിർ കെടാത്ത തീയിലിട്ട് കളയുന്നു. എന്താ പറയുക? ഹീസ് ദ ജഡ്ജ്. അവനാണ് ന്യായാധിപൻ. അവനാണ് ഗോതമ്പിനെയും പതിരിനെയും വേർതിരിക്കുന്നത്. അവൻ വീശുമരം കയ്യിലുള്ളവനാ. യേശു യോഹന്നാനേക്കാൾ വലിയവനാണെന്ന് യോഹന്നാൻ സമർത്ഥിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവൻ വീശുമുറം കയ്യിലുള്ളവനും ന്യായവിധി നടത്തുന്നവനുമാണ്. ഗോതമ്പിനെ കളപ്പുരയിലേക്കും പതിരിനെ കെടാത്ത തീയിലേക്കും ഇട്ട് കളയുവാൻ അതിനും കൂടെ അവന് ശക്തിയുണ്ട്. വേർതിരിക്കാൻ മാത്രമല്ല, അത് ഓർത്തോണം, ഗോതമ്പും കളയും തമ്മിൽ വേർതിരിക്കുന്നവൻ മാത്രമല്ല അവൻ, ഹീസ് ദ എക്സിക്യൂട്ടർ. അവർ ന്യായവിധി നടത്തുന്നവനും കൂടാണ്. അപ്പൊ യേശുവിനെ കുറിച്ച് കുറെ നല്ല വ്യക്തമായ കാഴ്ചപ്പാട്, അറിവ് ഈ സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്നു. അടുത്ത് നോക്കാം, അവനടുത്ത് എന്നാ പറയുന്നതെന്ന് അറിയാമോ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. ഞാനും അവനെ അറിഞ്ഞില്ല, എങ്കിലും എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ? അവൻ പരിശുദ്ധ. Who is this man? ഇവൻ ആരാന്നറിയാമോ? ഇവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാ. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയെ മനസ്സിലാവത്തില്ല. പക്ഷെ ഒരു യഹൂദൻ്റെ ചെവികളിൽ ഇതെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കുറേ അർത്ഥം അവന് കിട്ടും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. 10 പേര് കൂടി നിൽക്കുന്നിടത്ത് ഞാൻ പെട്ടെന്ന് കയറി വരുന്നെന്ന് വിചാരിക്കേ. അന്നേരം അല്ലെങ്കിൽ അവൾ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നിടത്ത് എല്ലാവരും മുണ്ടിൻ്റെ കുത്തെന്ത് ചെയ്ത് ഉടനെ അഴിച്ചിട്ടു. വേറെ ആർക്കും ഒന്നും മനസ്സിലായില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി ആ കാണിച്ചതിൻ്റെ അർത്ഥം എന്തുവാന്ന്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ പലതും ചെയ്യുന്നതിൻ്റെ അർത്ഥം പലർക്കും മനസ്സിലാവുന്നില്ലെങ്കിലും മനസ്സിലാവുന്നവന് മനസ്സിലാവുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. ഇവിടെ സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഇവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നവനാണ്. ആർക്കും ഒരു സംശയം ഉണ്ടായില്ല അതിൻ്റെ അർത്ഥം എന്തുവാന്ന്. അതിൻ്റെ മൂലഭാഷയും ഗ്രീക്കും ഒന്നും പോണ്ടായിരുന്നു ആർക്ക്. they knew what it is. യോഹന്നാൻ എന്താ ഈ പറഞ്ഞതെന്നുള്ളത് അക്കാലത്തെ കേട്ട ജനത്തിന് വ്യക്തമായ. നമുക്കാണിപ്പം തീക്കാസ്നാനം എന്ന് പറഞ്ഞാൽ എന്തുവാ നോക്കി ഇങ്ങനെ നടക്കുന്നേ. വളരെ എളുപ്പമാണ്. നീ ആ കാലത്താണ് ജീവിച്ചിരുന്നതെന്ന് വെച്ചാൽ നിനക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായേനെ. അപ്പോൾ യോഹന്നാൻ യേശുവിനെ കുറിച്ച് വളരെ വ്യക്തമായ ചില ധാരണകളുണ്ടായിരുന്നു. തീർന്നില്ല, അവൻ പിന്നെയും ചില കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. യോഹന്നാൻ 1:29, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് ആർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ? യഹൂദന് മാത്രം മനസ്സിലാകുന്നൊരു ശൈലിയാണ്. ഇത് പറഞ്ഞപ്പോൾ ഉടനെ യഹൂദന്മാരുടെ മനസ്സിൽ ഒരു ചിത്രം വരുന്നുണ്ട്. മഹാപാപ പരിഹാര ദിവസത്തിൽ 2 ആട്ടുകൊറ്റന്മാരെ വേർതിരിച്ച് അതിൽ ഒരു ആട്ടുകൊറ്റൻ്റെ പുറത്ത് തലയിൽ മഹാപുരോഹിതൻ അവൻ്റെ കൈകൾ വെച്ച് തൻ്റെ പാപവും ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവൻ പാപവും ആ ആട്ടിൻകുട്ടിയുടെ മേൽ ചുമത്തിയിട്ട് അതിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കും. അന്നേരം പുരോഹിതൻ വിളിച്ചു പറയും, Behold the lamb that carries the sins of the people. ജനത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ആട്ടുകൊറ്റൻ. ഇത് എല്ലാ വർഷവും ഇവർ കാണുന്നൊരു കാര്യമാണ്. യോഹന്നാൻ യേശുവിനെ കണ്ടുകൊണ്ടത് വിളിച്ചു പറഞ്ഞപ്പോൾ ആളുകളുടെ ഉള്ളിൽ ഒരു ഇടിവാള് പോയ പോലെ തോന്നിക്കാണും. വാട്ട് ഈസ് ഇറ്റ്? എന്താ ഇത്? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഇവനെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിന് കുറച്ചുകൂടെ ഒരു വിശദീകരണം തരുന്നു.
നമ്മുടെ പെസഹ കുഞ്ഞ അവിടെ കുറച്ചുകൂടെ ആഴത്തിൽ പൗലോസ് അതിനെ കൊണ്ടുവരിക. നമുക്ക് അത് ചുമന്നുകൊണ്ട് പോകുമ്പോൾ പൗലോസ് പറയുന്നു, നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട, നമ്മുടെ വിടുതലിന് വേണ്ടി അറുക്കപ്പെട്ട, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അടുക്കപ്പെട്ട, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി അടുക്കപ്പെട്ട, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാനായി അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു എന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അവനിതെല്ലാം ആയിരുന്നു. നമുക്ക് യേശുവിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. കുറേ കൂടെ അടുത്ത ചില ദിവസങ്ങളിൽ ഞാൻ ഇതേ ഭാഗം തന്നെ ഞാൻ തുടരും. യേശുവിനെ അറിയേണ്ടത് വേണം അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും അവനെ ബഹുമാനിക്കേണ്ടവണ്ണം ബഹുമാനിക്കാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അവനാരെന്ന് അറിയേണ്ടവണ്ണം നമ്മൾ അറിഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് കണ്ട യോഹന്നാൻ അപ്പോസ്തലൻ കവിണ്ണു വീഴുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇന്നലെ വരെ അവൻ കണ്ട യേശുവിനെ അല്ല അന്നവൻ കണ്ടത്. അവിടെ കണ്ടൊരു വലിയ കാഴ്ചയുണ്ട്. മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ പോലും അവൻ്റെ മുൻപാകെ അർപ്പിച്ചുകൊണ്ട്, ഇട്ടുകൊണ്ടെന്നുള്ള മലയാള പദത്തെക്കാൾ ഏറ്റവും നല്ലത് മൂപ്പന്മാർ അവരുടെ കിരീടം അവൻ്റെ മുൻപാകെ അർപ്പിച്ചുകൊണ്ട് അവനെ നമസ്കരിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ, തേജസ്വരൂപിയായ യേശുവിനെ കണ്ടപ്പോൾ, മഹത്വപൂർണനായ യേശുവിനെ കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അയ്യോ, ഞാൻ കണ്ട യേശു അല്ലല്ലോ, ഞാൻ ധരിച്ച യേശു അല്ലല്ലോ ഇത്, അവൻ ഇതിനേക്കാൾ എത്രയോ ഉന്നതനാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് അവന് മനസ്സിലായി. നമ്മുടെയൊക്കെ ഇരിപ്പും നമ്മുടെയൊക്കെ ആരാധനയും നമ്മുടെയൊക്കെ കൊടുപ്പും കണ്ടാൽ, കർത്താവ് ഞായറാഴ്ച രാവിലെ ആളുടെ പിച്ചപാത്രം എടുത്തുകൊണ്ട് വന്ന പോലെ ഉണ്ട് നമ്മുടെയൊക്കെ ചിലതൊക്കെ ചെയ്യുന്ന കണ്ടാൽ. പിന്നെ ആരെങ്കിലുമൊക്കെ പറയണം, നല്ല സ്തോത്രം പറയാൻ പറയണം. അല്ല കുഞ്ഞേ, അവനാരെന്നറിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം വായിക്കേ. യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയേണ്ടവണ്ണം അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം വായിക്കേ. അത് യോഹന്നാൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ യോഹന്നാൻ സ്നാപകന് യേശുവിനെ കുറിച്ച് ഇത്രയേ അറിയാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ വേദപുസ്തകം അവിടെ കൊണ്ട് നിന്നില്ല. യോഹന്നാൻ സ്നാപകൻ്റെ മരണത്തിനു ശേഷം യേശു ക്രിസ്തുവിൻ്റെ മഹത്വം കുറെ കൂടെ വെളിപ്പെടാൻ പോകുകയാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ഇത്രയും കാണാൻ കഴിഞ്ഞുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അധികം അനുഭവിപ്പാനായിട്ട് എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. അതിനു മുൻപേ ചിരച്ഛേദം സംഭവിച്ചവനായി. പക്ഷേ ഈ അറിഞ്ഞ അറിവെങ്കിലും നമുക്കില്ലെങ്കിൽ മഹാകഷ്ടമാണ്. പക്ഷെ നമുക്ക് ദൈവം അതിനേക്കാൾ അറിയാനൊരു ഭാഗ്യം ദൈവം നമുക്ക് ലഭിച്ചു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് മാത്രം അറിയാൻ പറഞ്ഞപ്പോൾ അവൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണവും നീതീകരണവും പുത്രത്വവും രക്ഷയും പ്രാപിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവം നമുക്ക് ഭാഗ്യം തന്നു. യോഹന്നാന് ഇവൻ ആരാന്നറിയാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മൂലം, പ്രവർത്തനം മൂലം, ക്രൂശ് മരണം മൂലം ഉള്ള ആത്മീയ അനുഭവങ്ങൾ അനുഭവിപ്പാൻ ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ. യോഹന്നാനേക്കാൾ യേശുവിനെ കുറിച്ച് അറിയാനൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. യേശുവിനെ അറിയേണ്ടവണ്ണം അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ യേശുവിനെക്കുറിച്ചുള്ള ചില ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ മാത്രമേ നമുക്കുള്ളൂ? എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ ചില അറിവുകൾ മാത്രം. അവൻ എന്ന് ജനിച്ചു, എവിടെ ജനിച്ചു, അവൻ്റെ അപ്പൻ ആരായിരുന്നു, അമ്മ ആരായിരുന്നു, അവനെത്ര സഹോദരന്മാരുണ്ടായിരുന്നു, അവൻ ചെയ്ത അത്ഭുതങ്ങൾ ഏതൊക്കെയാ, അവൻ പറഞ്ഞ ഉപമകൾ ഏതൊക്കെയാ, ഇതത്രയുള്ള അറിവേ ഉള്ളോ? അതോ അതിനേക്കാൾ ഉപരി യേശുവിനെ നിനക്കറിയാമോ? യോഹന്നാൻ സ്നാപകന് യേശുവിൻ്റെ ശുശ്രൂഷ അനുഭവിപ്പാനുള്ളൊരു ഭാഗ്യം ലഭിച്ചില്ല. എന്നാൽ നമുക്ക് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ മരണം മൂലം ലഭ്യമായ നിത്യരക്ഷയും ദിവ്യ സമാധാനവും അവൻ്റെ അടിപ്പിണരുകളാലുള്ള രോഗസൗഖ്യവും തക്ക സമയത്ത് കൃപ ലഭിപ്പാൻ അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കൃപയുടെ ആ ശക്തിയും അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നു. അവനെ അറിഞ്ഞതാ അവനെ പിൻപറ്റാൻ കാരണം.
അവനെ മനസ്സിലാക്കിയതാ അവനെ ഉള്ള അളവിൽ ഗ്രഹിപ്പാൻ പിൻപിടുന്നതിൻ്റെ കാരണം. അവൻ ആരെന്ന് അറിഞ്ഞത് കൊണ്ടാ അവന് വേണ്ടി ആയുസ് വിട്ടുകൊടുത്തതിൻ്റെ കാരണം. അവൻ ആരാന്ന് എനിക്കറിയാം. ഇന്ന് പകൽക്കാലം അവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്കവനെ അനുസരിക്കാൻ ഒരു ഭയം, ഒരു പേടി ഉണ്ടാവത്തില്ലായിരുന്നു. കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞല്ലോ, ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഇന്ന് പകൽക്കാലം അതുതന്നെയാണ് ദൈവം നമ്മെക്കുറിച്ച് പറയുന്നത്. യേശുവിനെ പല അളവിൽ അറിഞ്ഞ ഒത്തിരി ആളുകളെ നമുക്കറിയാം. മഹാത്മാഗാന്ധിക്ക് യേശുവിനെ അറിയാമായിരുന്നു, പക്ഷേ അറിയേണ്ടവണ്ണം അറിഞ്ഞിരുന്നില്ല. KP കേശവൻ യേശുവിനെ കുറിച്ച് നല്ല ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടുവളരെ ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവനെ അറിയേണ്ടതുകൊണ്ടും അറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ we are wasting our time. നമ്മുടെ സമയം നമ്മൾ വെറുതെ കളയുക. അവനെക്കുറിച്ച് നമുക്ക് എന്ത് പറയാനുണ്ട്? അവനെക്കുറിച്ച് അറിഞ്ഞ ഒരു മനുഷ്യനെ കൂടെ പറഞ്ഞേച്ച് ഞാനൊരു പക്ഷേ അത് യോഹന്നാൻ 20:28 അവിടെ ഒരു മനുഷ്യൻ യേശുവിനെ അറിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവനെ. ഇന്നലെ വരെ അവൻ എന്തോ പറഞ്ഞ് അവൻ ഉയർത്തു എന്നുള്ള കാര്യത്തിൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ലെന്നാ പറഞ്ഞ്. നിങ്ങൾ കുറേ വട്ടന്മാരത് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ, പക്ഷെ ഞാൻ എന്ത് ചെയ്യത്തില്ല, എന്നെ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. കർത്താവ് അന്ന് അവനെ തേടി ആ യോഗത്തിൽ വന്നേച്ച് നേരെ തോമസിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പറഞ്ഞു, തോമസേ, നിൻ്റെ കൈകൾ നീട്ടി എൻ്റെ കൈകളെ നീ കാണ്. എന്നാ കൈ നീട്ടി കാണാൻ പറഞ്ഞ് ആ വാക്യം ഒന്ന് വായിച്ച്. നിന്റെ പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. വട സിനിമയും നീ കണ്ണൂർന്ന് കാണാനല്ലേ പറയാറുള്ളൂ, പറയണ്ടേ? പക്ഷെ അതല്ല ഇവിടെ പറഞ്ഞേ. എന്താ പറഞ്ഞേ? നിന്റെ വിരൽ നീട്ടി എൻ്റെ കൈകളെ കാണൂ. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിട്. ഇട്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. കാരണം അത് തോമസ് പറഞ്ഞതാ. നിങ്ങളൊക്കെ വേണമെങ്കിൽ വിശ്വസിച്ചോ, നിങ്ങൾക്ക് വേണ്ട, നിങ്ങളല്ലേ ഒരു പൊടി അല്ലേ, ഓവർ ആത്മാവുള്ളവർ. അതുകൊണ്ട് എന്തുവാ, എന്നെ അതിന് കിട്ടത്തില്ല. തോമസ് വളരെ ബുദ്ധിജീവിയാ. അപ്പോൾ തോമസ് എന്തോ ഒരു കാര്യം പറഞ്ഞു, ഞാൻ വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണണം, എനിക്കത് വിരലിട്ട് നോക്കണം, അത് അങ്ങനെ തന്നെ ആണോന്ന്. ഇനിയിപ്പോൾ എനിക്കൊരു ഇല്യൂഷൻ ഉണ്ടായതാണെങ്കിലോ, എനിക്കൊരു അല്ലേ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായി എനിക്കതെങ്ങനെ തോന്നിയതാണെങ്കിലോ, അല്ലല്ല, ഐ വാണ്ട് ടു മേക്ക് ഷുവർ അതിനകത്ത് എനിക്ക് വിരലിന് ഇട തന്നെ വേണം. അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്താലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, ശരി ചെയ്തേക്കാം. വന്നത് പറഞ്ഞു, കൈ നീട്ടി എന്നെ കാണാൻ പറഞ്ഞു, വിരൽ തൊട്ട് എന്നെ കാണാൻ പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. തോമസ് യേശുവിനെ അറിഞ്ഞത് മറ്റാരും അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട്. ഹീസ് മൈ ലോർഡ്, അവൻ എൻ്റെ കർത്താവാ. ഹീസ് മൈ ഗോഡ്, അവൻ എൻ്റെ ദൈവമാ. ഇന്ന് പകൽക്കാലം യേശുവിനെ നീ എങ്ങനെ അറിയുന്നേ? നിൻ്റെ കർത്താവും നിൻ്റെ ദൈവവുമായിട്ടാണോ നീ അറിയുന്നേ? ആണെങ്കിൽ അവൻ പറയുന്ന ഒന്നും ചെയ്യാൻ നിനക്ക് ഒരു ബുദ്ധിമുട്ടും കാണില്ല. ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞങ്ങളെയൊക്കെ വട്ടന്മാരെന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. കാരണം ഞങ്ങളവൻ ആരെന്ന് അറിയേണ്ടവണ്ണം അറിഞ്ഞതാണ്. വേറെ ആർക്കും ലഭിക്കാത്ത, വേറെ ആർക്കും കിട്ടാത്ത ചില ആത്മീയ അനുഭവങ്ങൾ ജീവിതത്തിലുള്ളത് കൊണ്ടാണ് ഞങ്ങളവനെ കർത്താവായി, ഞങ്ങളവനെ രക്ഷിതാവായി, ഞങ്ങളുടെ ദൈവമായി ഞങ്ങൾ കണ്ടേക്കുന്നത്. അത് ലോകത്തിന് മനസ്സിലാവില്ല.
അല്ലെങ്കിൽ അവിടെങ്ങും പ്രസംഗിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണോ പുള്ളി ഇന്ത്യ വരെ വരുന്നത്? ഇല്ലെന്ന് സ്ഥാപിക്കുന്നവരുണ്ടായിരിക്കാം. അതെനിക്ക് വിഷയമല്ല, ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കർത്താവിന് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയണമെന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ അങ്ങനെ അറിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ പൊക്കോളാം ഈ ജാതിയുടെ അടുക്കലേക്ക്. കാരണം യേശുവിനെ മറ്റാരും അറിയുന്നതിനേക്കാൾ കൂടുതൽ അവൻ അറിഞ്ഞതാ. നീ അവനെ അറിയേണ്ടവണ്ണം അറിഞ്ഞാൽ നിനക്കവനെ അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, കേവലം എല്ലാവർക്കും ഒരു ദൈവം ഉണ്ടെന്നാൽ പിന്നെ എനിക്കും ഒരു ദൈവമായിട്ട് യേശു ഇരുന്നോട്ടെ, കാരണം ഞാൻ ഇതിനകത്തിൽ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചതല്ലേ. ഈ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു ഇതിനെക്കുറിച്ചും പറഞ്ഞു, സാമുവേൽ കൂടത്തായി. സാമുവേൽ കൂടത്ത ഒരു മനുഷ്യൻ ഒന്നാന്തരം കുടുംബത്തിൽ ജനിച്ച ഒരുത്തൻ എന്താ പോയിരിക്കുക അങ്ങോട്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, നീ കർത്താവിനെ അറിയേണ്ടവണ്ണം അറിഞ്ഞിരുന്നെങ്കിൽ, നീ അവനെ അറിയേണ്ടവണ്ണം അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനെക്കുറിച്ച് ഇങ്ങനത്തെ അസഭ്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ലായിരുന്നോ, പറയത്തില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം യേശുവിനെ അറിയേണ്ടവണ്ണം നാം അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ അനുസരിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കത്തില്ല. അവനാ പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. അവനാ പറഞ്ഞത്, ഞങ്ങളാരുമല്ല. കർത്താവിനെ അറിയേണ്ടവണ്ണം അറിഞ്ഞാൽ അവനെ അനുസരിക്കാൻ നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കത്തില്ല. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവസ്ഥലോട് പക്ഷേ എഴുന്നേൽക്കാം. സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 2021 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി, യേശുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ദൈവമായി ഞാൻ അംഗീകരിക്കുന്നു. കേവലം എനിക്ക് ആരാധിക്കാൻ വേണ്ട ഒരു ദൈവമായിട്ടല്ല, അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവമായിട്ടല്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമായിട്ടല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രമോഷൻ തരുന്ന ദൈവമായിട്ടല്ല, എൻ്റെ ഭർത്താവിനെ സൂക്ഷിക്കുന്നൊരു ദൈവമായിട്ടല്ല. അവൻ എൻ്റെ എല്ലാറ്റിനും എല്ലാമായി, സകലത്തിനും സകലവുമായി, എൻ്റെ കർത്താവായി, എൻ്റെ ദൈവമായി. അവൻ എന്ത് പറയുന്നു? ഒരു യഹൂദൻ യേശുവിനെ ലോർഡ് എന്ന് വിളിക്കണമെങ്കിൽ, കർത്താവേ എന്ന് വിളിക്കണമെങ്കിൽ, അതിൻ്റെ അർത്ഥം ഞാനൊരു അടിമയായി അവനെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ കർത്താവ് എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും. അവനെ അറിയേണ്ടവണ്ണം അറിഞ്ഞാൽ അവനെ അനുസരിക്കാൻ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. അവനെക്കൊണ്ട് കാര്യം മാത്രം സാധിച്ചാൽ മതി എന്നുള്ളെങ്കിൽ ഓക്കെ, അവൻ അതിന് നിന്ന് തരും, കുഴപ്പമൊന്നുമില്ല. കാരണം അവൻ ദുഷ്ടന്മാരുടെ മേലും തൻ്റെ സൂര്യനെ ഒലിപ്പിക്കും. പിന്നാണോ വല്ലപ്പോഴെങ്കിലും പള്ളി വരുന്ന നിൻ്റെ മേൽക്ക് വേണ്ടി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, ഒരു കുഴപ്പമില്ല. കർത്താവ് എനിക്ക് അത്രയും മതി, അതേ ഞാൻ ഇരിക്കുന്നത്. ഞാൻ വെള്ളിയാഴ്ച വരണ്ടല്ലോ. ഒരു വെള്ളിയാഴ്ചയും പോലെ വരാത്തവന് തമ്പുരാൻ ഇത്രയും അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ചെയ്യത്തില്ല. 4 വെള്ളിയാഴ്ചയെങ്കിലും വന്നോ നിന്നോട് കരുണ കാണിക്കത്തില്ല. അത് മതിയോ നിനക്ക്? അതോ യേശു എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവായിട്ട്, യേശു എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട്, യേശു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായിട്ട്, യേശു എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവനായിട്ട്, യേശു എൻ്റെ ജീവിതത്തിൻ്റെ രാജാവായിട്ട്, യേശു എൻ്റെ ജീവിതത്തിൻ്റെ ദൈവമായിട്ട്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായി ഞാനവനെ അംഗീകരിക്കുന്നു. അറിയേണ്ടവണ്ണം അറിഞ്ഞാൽ അവനെ അനുസരിക്കാൻ നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കത്തില്ല. നീ കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറയുന്നെങ്കിൽ, കർത്താവിനെ നിൻ്റെ ദൈവമായിട്ട്, യേശുവിനെ നിൻ്റെ ദൈവവും കർത്താവുമായിട്ട് നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അതനുസരിച്ച് ജീവിപ്പാൻ ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, ഇനി ഞാൻ എൻ്റെ വഴികളിൽ കൂടെ അല്ല, എൻ്റെ കാര്യം സാധിപ്പിക്കുന്ന ഒരുവനായിട്ടല്ല നിന്നെ ഞാൻ കാണുന്നത്, പകരം നിൻ്റെ ഒരു മകളായി, നിൻ്റെ ഒരു മകനായി നിന്നെ അനുസരിച്ച് ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കണമെന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നല്ല പിതാവേ, അങ്ങയുടെ പുത്രൻ ആരെന്ന് അങ്ങയുടെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ വചനത്തിൽ വെളിപ്പെട്ട ക്രിസ്തു അങ്ങനെ തന്നെയാണോ ഞങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ, ഞങ്ങളുടെ അറിവുകളെ ഒന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിലൊന്ന് വിലയിരുത്തുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അത് ഞങ്ങൾ അവകാശപ്പെടുന്നെങ്കിൽ അതിന് പ്രകാരം ജീവിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ. ചുരുക്കം നാളുകളോട് ഞങ്ങളുടെ മുൻപിലുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെ വരുത്തി അറിയേണ്ടതിനെ പൂർണ്ണമായി അറിഞ്ഞ് അവിടുത്തെ പാത പിന്തുടരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങളിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കട്ടെ.
യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.